ഇന്നിവിടെ ഉച്ചയൂണിന് അങ്കമാലി മാങ്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള തേങ്ങ ചിരണ്ടി പാലെടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അതിനിടയിൽ ഒരാൾ വന്ന് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് തേങ്ങയൊക്കെ വാറ്റുന്ന സ്ഥലം വിട്ടു കേട്ടോ. അടിപൊളി ടേസ്റ്റിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ അതിൽ. അപ്പോൾ റെസിപ്പി അറിയാത്തവർക്ക് ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവാം. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, വിനാഗിരി ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് നീളത്തിൽ കനം കുറച്ചരിഞ്ഞ മാങ്ങയും ചേർത്ത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം രണ്ടാം പാല് ചേർത്ത് തിളപ്പിച്ചെടുക്കണം. ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് ഒന്നാം പാല് ചേർത്ത് വാങ്ങണം. താളിപ്പ് റെഡിയാക്കാം. അതിനായി വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് 3 ചുവന്നുള്ളി അരിഞ്ഞതും വറ്റമ്പും കറിവേപ്പിലയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അങ്കമാലി മാങ്കറി റെഡി. നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് കാന്താരി മുളക് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ചു വന്നാൽ കുറച്ച് അച്ചാറിടാന്ന്. അതിൻ്റെ മാങ്ങ അതുപോലെ കുരുകുരാന്ന് അരിഞ്ഞ് ചുവന്നുള്ളിയൊക്കെ ചേർത്ത് ഒന്നൊരു അച്ചാറാണ് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. അതിൽ മിക്കവാറും മാങ്ങ കിട്ടിയ അമ്മ അത് വീട്ടിലുണ്ടാക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കോമ്പിനേഷനായിട്ട് ഇതാ കുറച്ച് ഉണക്കമീൻ വറുത്തതും കൂടെ ചേർത്താൽ നമുക്ക് ഇന്ന് ഊണിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പം ഞാൻ കഴിച്ചിട്ട് അടുത്ത വീഡിയോ കാണാം.